ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്ലീഹാകാലം 5-ാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ശ്ലീഹാകാലത്ത് മുഴുവൻ നമ്മൾ അനുസ്മരിക്കുന്നത് ദൈവം മനുഷ്യരെ തൻ്റെ ആ സന്ദേശം പ്രാവർത്തികമാക്കാനായിട്ട്, അത് പ്രചരിപ്പിക്കാനായിട്ട് അയക്കുന്നതിനെക്കുറിച്ചാണ്. പഴയ നിയമഭാഗങ്ങൾ മുഴുവൻ മോശയും അഹ്റോനെയൊക്കെ പറഞ്ഞുവിടുന്ന കാര്യങ്ങളാണ്. ഇന്ന് പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. കർത്താവ് മോശയോട് പറഞ്ഞു, ഇതാ ഞാൻ ഫറവോയ്ക്ക് നിന്നെ ദൈവത്തെ പോലെ ആക്കിയിരിക്കുന്നു. നിന്റെ സഹോദരനായ അഹ്റോൻ നിന്റെ പ്രവാചകനായിരിക്കും. ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതെല്ലാം നീ അഹ്റോനോട് പറയണം. ഫറവോ തൻ്റെ രാജ്യത്ത് നിന്ന് ഇസ്രായേൽക്കാരെ വിട്ടയക്കാൻ വേണ്ടി നിന്റെ സഹോദരൻ അഹ്റോൻ അവനോട് സംസാരിക്കട്ടെ. ഇവിടെ മോശയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത്. പക്ഷെ മോശ ഒരു തടസ്സം പറഞ്ഞു. എനിക്ക് സംസാരിക്കാനുള്ള കഴിവ് കുറവാണ്, എനിക്ക് വിക്കുണ്ട്, പറഞ്ഞു വരുമ്പോൾ പലതും പൂർത്തിയാക്കാൻ പറ്റില്ല, കേട്ടു നിൽക്കുന്നവർക്കത് മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ട് ദൈവത്തോട് പറയുന്നത്, എന്നെ നീ ഈ നേതൃത്വ ശുശ്രൂഷയിൽ നിന്ന് ഒഴിവാക്കണം. ദൈവം പറഞ്ഞു, സാരമില്ല, നിന്നെ ഞാനാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നിനക്ക് വേറെ മാർഗം ഞാൻ പറഞ്ഞു തരും. നിനക്ക് സംസാരിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ സാരമില്ല, നിൻ്റെ സഹോദരൻ ജ്യേഷ്ഠൻ അഹ്റോൻ നന്നായിട്ട് സംസാരിക്കുന്നവനാണ്, അവൻ നിൻ്റെ പ്രവാചകനായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ ഇവിടെ ഈ പ്രവാചകൻ എന്നുള്ള വാക്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. എന്താണ് പ്രവാചകൻ്റെ അർത്ഥം? നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വെളിപാട് പുസ്തകം നമ്മൾ കാണും. ഇവിടെ പ്രവചനത്തിൻ്റെ ആത്മാവെന്ന് പറയുന്നത് ക്രിസ്തുവിനുള്ള സാക്ഷ്യമാണ്. ഇവിടെ പറയുന്നത് അഹ്റോൻ നിനക്ക് അവൻ്റെ മുമ്പ്, ഫറവോയ്ക്ക് മുമ്പിൽ പ്രവാചകനായിരിക്കും. പ്രവാചകൻ എന്ന് പറഞ്ഞ അർത്ഥം മോശയ്ക്ക് വേണ്ടിയിട്ട് പറയുന്ന വ്യക്തി, വേറൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് പറയുന്നയാളാണ് പ്രവാചകൻ എന്ന് പറയുന്നത്. ആ വ്യക്തി ആരുടെ പ്രവാചകനാണോ ആ വ്യക്തിയാണ് ആ പ്രവാചകൻ പൂർണ്ണമായിട്ടും പിൻചെല്ലേണ്ടത്, പറയേണ്ടത്. ആ വ്യക്തി പറയുന്ന കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ആ പ്രവാചകനായ മനുഷ്യൻ പറയേണ്ടത്. ദൈവത്തിൻ്റെ പ്രവാചകന്മാരെക്കുറിച്ച് നമുക്കറിയാം, പഴയ നിയമത്തിലുണ്ട് ധാരാളമായിട്ട്. അവരുടെ പേരിൽ പുസ്തകങ്ങൾ വരെയുണ്ട്. അപ്പോൾ ആ പ്രവാചകന്മാരെല്ലാം എന്താണ് ചെയ്തിരുന്നത്? ദൈവം അവരോട് എന്ത് പറയുന്നു അതാണ് അവർ പറഞ്ഞിരുന്നത്. പലപ്പോഴും കള്ളപ്രവാചകന്മാർ അവരുടെ രാജാക്കന്മാരെയൊക്കെ പ്രീതിപ്പെടുത്താൻ വേണ്ടി രാജാക്കന്മാരുടെ ആഗ്രഹം അനുസരിച്ച് പ്രവചിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ യഥാർത്ഥ പ്രവാചകന്മാർ അതൊരിക്കലും ചെയ്യില്ലായിരുന്നു. അതിൻ്റെ പേരിൽ അവർക്ക് ഒരുപാട് പീഡനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. രാജാക്കന്മാരോട്, നിൻ്റെ രാജ്യം ദൈവം നിന്നിൽ നിന്ന് എടുക്കാൻ പോവുകയാണ്, നിൻ്റെ ശത്രുക്കൾ നിന്നെ വന്ന് കീഴ്പ്പെടുത്തുക എന്നെല്ലാം പറയുമ്പോൾ ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ കൊല്ലുന്ന രാജാക്കന്മാരെ വരെ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഈ അഹ്റോൻ പ്രവാചകനായിരിക്കും എന്ന് പറഞ്ഞാൽ ദൈവം മോശയോട് എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്, മോശ അഹ്റോനോട് പറയുമ്പോൾ അതേ കാര്യം തന്നെ പറയണമെന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഓരോരുത്തരും യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ പ്രവാചകരാണ്, ദൈവത്തിന് വേണ്ടി സംസാരിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ശ്ലീഹ എന്ന് പറഞ്ഞ അർത്ഥം തന്നെ എന്താണ്? അയക്കപ്പെടുക. എന്തിനു വേണ്ടിയിട്ട്? ദൈവത്തിൻ്റെ പ്രവാചകരാകാൻ വേണ്ടി അയക്കപ്പെടുകയാണ്, ദൈവത്തിൻ്റെ വചനം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. മത്തായിയുടെ സുവിശേഷം 28:20 കർത്താവ് അതാണ് പറയുന്നത്, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചല്ല, നിങ്ങളോട് കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരെല്ലാം പോയി പഠിപ്പിക്കണം. അതാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ എൻ്റെ പ്രവാചകരായിരിക്കും. ചുരുക്കത്തിൽ നമുക്കെല്ലാം ഈ പ്രവാചക ദൗത്യമുണ്ട്. പലപ്പോഴും പല വേദികളിലും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണിത്. പ്രവാചക ദൗത്യമാണ് ഞങ്ങൾ നിർവഹിക്കുന്നത്. ഇന്ന് പ്രവാചക ദൗത്യം എന്ന് പറയുമ്പോൾ അതിന് വേറൊരർത്ഥം വന്നോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. എല്ലാത്തിനെതിരെ ഇങ്ങനെ ശബ്ദിക്കുന്ന, എതിരായിട്ട് പറയുന്ന, വിമർശിക്കുന്ന, എല്ലാത്തിനെയും തച്ചുടയ്ക്കുന്ന ഒരു സ്വഭാവം, അതിനെ പ്രവാചക ദൗത്യമായിട്ട് എവിടെയോ കാണുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അത് യാഥാർത്ഥ്യത്തിൽ വളരെ അകലെയാണ് അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നതെങ്കിൽ. അതായത് പ്രവാചക ദൗത്യം നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ദൈവം പറഞ്ഞ കാര്യങ്ങൾ അതേപടി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതേപടി ചെയ്യുക എന്ന് പറയുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിലാണല്ലോ ദൈവം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നത്. അവിടെ ദൈവം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ വിവേചിച്ച് കാണണം. അതായത് ഓരോ സാഹചര്യത്തിലും എഴുതപ്പെട്ട പുസ്തകം, എഴുതപ്പെട്ട ആശയങ്ങൾ അത് ഏത് രീതിയിലാണ് അന്ന് കണ്ടിരുന്നത്, നമ്മളതിനെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, അതിനെ എങ്ങനെ വ്യാഖ്യാനിക്കണം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഈ പ്രവാചകത്വം നിർവഹിക്കാനായിട്ട്. നിർഭാഗ്യവശാൽ നമുക്കറിയാം, നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തെ വ്യാഖ്യാനിക്കുമ്പോൾ അത് എഴുതിയ സാഹചര്യത്തെയോ അത് എഴുതിയ ആളുകളെയോ അല്ലെങ്കിൽ അന്നത്തെ നാട്ടുനടപ്പുകളെയോ ഒന്നും മനസ്സിലാക്കാതെ നമ്മുടെ പശ്ചാത്തലത്തിൽ അതിനെ വിവരിക്കുമ്പോൾ അത് തെറ്റിപ്പോകുക എന്നുള്ളതാണ്. അവിടെ പ്രവാചക ദൗത്യമൊന്നുമില്ല. എപ്പോഴും ആളുകൾ എടുത്തു പറയുന്നതാണ് ചാട്ടവാറെടുക്കുക. കർത്താവ് ഈ ദൈവാലയത്തിൽ ചാട്ടവാറെടുത്ത് എല്ലാവരും അടിച്ചോടിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ അവിടെ നമ്മൾ നോക്കുക,
ചാട്ടയത്തിന് വേണ്ടിയിട്ടാണ്. ചാട്ട മൃഗങ്ങളെ തല്ലാൻ വേണ്ടിയിട്ടാണ്. അവിടെ കർത്താവ് അടിച്ചോടിച്ചത് മനുഷ്യരെയല്ല, മൃഗങ്ങളെയാണ് യഥാർത്ഥ ചാട്ട കൊണ്ടടിച്ചത്. അപ്പോൾ ചാട്ട കൊണ്ടടിച്ച മൃഗങ്ങൾ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യനത് പിന്നാലെ പോയിക്കൊള്ളു. അതാണ് ചാട്ട കൊണ്ട് അതുങ്ങളെല്ലാം ഓടിച്ചു വിട്ടു, അല്ലെങ്കിൽ മേശകൾ തട്ടിമറിച്ചിട്ടു. തട്ടിമറിക്കാൻ കാരണം പണത്തോട് നമ്മൾ ചാട്ട കൊണ്ടൊന്നും പ്രയോഗിക്കേണ്ട കാര്യമില്ല. ചാട്ട മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. സ്വാഭാവികമായിട്ടും ആ പണത്തിൻ്റെയും മൃഗത്തിൻ്റെയും പിന്നാലെ അതിൻ്റെ ഉടമസ്ഥർ പോയിക്കൊള്ളു. ഇതാണ് ചുരുക്കം. അതല്ലാതെ അവിടെയുള്ളവരെ എല്ലാം ചാട്ടയെടുത്ത് അടിച്ചു ഓടിച്ചു എന്നൊക്കെയാണ് നമ്മൾ പലപ്പോഴും പറയുക. നമുക്കത് മനസ്സിലാകാതെ പോകുന്നതുകൊണ്ടാണ്. ചാട്ട ഇപ്രകാരം മൃഗങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ നമുക്കിഷ്ടം എന്താണ്? ഇങ്ങനെ അതാത് കാലഘട്ടത്തിലെ ചിന്ത അനുസരിച്ച് ഈ വചനവാക്യങ്ങളെയൊക്കെ വ്യാഖ്യാനിക്കുക എന്നുള്ളതാണ്. പക്ഷേ അതല്ല നമ്മളോട് ആവശ്യപ്പെടുന്ന. നമ്മൾ ഈ പ്രവാചക ദൗത്യം അഹ്റോനോട് ദൈവം പറഞ്ഞതുപോലെ ദൈവം മോശയോട് പറഞ്ഞ അഹ്റോനോട് പറയാം. മോശ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ അതേപടി ഫറവോയോട് പറയാൻ വേണ്ടിയിട്ടാണ്. മോശ പറഞ്ഞത് മുഴുവൻ ദൈവം പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു ദൗത്യം മറക്കാതെ വേണം നമ്മൾ പ്രവാചക ദൗത്യത്തെക്കുറിച്ചൊക്കെ പറയാനായിട്ട്. രണ്ടാമത്തെ വായന കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 7 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. എന്നാൽ പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്, ഞങ്ങളുടേതല്ല എന്ന് വെളിപ്പെടുത്തുന്നതിന് ഈ നീതി മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഞങ്ങൾ എല്ലാവിധത്തിലും ഞെരുക്കപ്പെടുന്നു എങ്കിലും തകർക്കപ്പെടുന്നില്ല, വിഷമിപ്പിക്കപ്പെടുന്നെങ്കിലും ഭഗ്നാശരാകുന്നില്ല, പീഡിപ്പിക്കപ്പെടുന്നുവെങ്കിലും പരിത്യക്തനായിരുന്നില്ല, അടിച്ചു വീഴ്ത്തപ്പെടുന്നുവെങ്കിലും നശിപ്പിക്കപ്പെടുന്നില്ല. ഈശോയുടെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രതിഷ്ഠമാകുന്നതിന് അവിടുത്തെ മരണം ഞങ്ങളെല്ലായ്പ്പോഴും ശരീരത്തിൽ സംവഹിക്കുന്നു. ഞങ്ങളുടെ മർത്യശരീരത്തിൽ ഈശോയുടെ ജീവൻ പ്രത്യക്ഷമാകേണ്ടതിന് ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈശോയെ പ്രതി സദാ മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു. എന്നാൽ പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്, ഞങ്ങളുടേതല്ല എന്ന് വെളിപ്പെടുത്തുന്നതിന് ഈ നിധി മൺപാത്രങ്ങളിലാണ് തന്നിരിക്കുന്നത്. ഏത് നിധിയാണ് മൺപാത്രങ്ങൾ തന്നിരിക്കുന്നത്? അത് നമ്മൾ വിചാരിക്കും പലപ്പോഴും വൈദിക ജീവിതം അല്ലെങ്കിൽ സന്യസ്ത ജീവിതം, ഇതൊക്കെയാണ് ദൈവം മൺപാത്രങ്ങൾ തന്നിരിക്കുന്നത്. ശരിയാണ്, അതെല്ലാം അങ്ങനെ തന്നെയാണ്. പക്ഷേ വചനം ഉദ്ധരിച്ചുകൊണ്ട് അത് നമുക്ക് പറയാൻ വിഷമമുണ്ടാകും. ഇവിടെ വചനത്തിൽ അർത്ഥമാക്കുന്നത് നമുക്ക് ഈശോയുള്ള വിശ്വാസം തന്നിരിക്കുന്നത് അത് ദൈവത്തിൻ്റെ ശക്തിയാലാണ്. നമ്മൾ പിടിച്ചു നിൽക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാലാണ്, നമ്മുടെ കഴിവുകൊണ്ടല്ല. അപ്പോൾ ഈ നിധി എപ്പോൾ വേണമെങ്കിൽ നഷ്ടപ്പെടാം. ചെറിയൊരു പ്രവൃത്തിയുടെ ഫലമായിട്ട്, ഒരു വാക്കിൻ്റെ ഫലമായിട്ട് ഈ വിശ്വാസം നഷ്ടപ്പെടാം. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, വൈദികരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചില പെരുമാറ്റ ശൈലികളുണ്ട്, ചില സാംസ്കാരിക ശൈലികളുണ്ട്. ആ ശൈലിയിൽ നിന്ന് വിട്ടിട്ട് വേറൊരു രീതിയിൽ പ്രതികരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കേട്ടു നിൽക്കുന്ന വിശ്വാസിക്ക് ഇത് ഇട്ടിട്ട് പോകാനുള്ള തോന്നലുണ്ടാകാം. അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിനെ പിടിച്ചു നിൽക്കണമെന്നാണ് ഈ വചനം പറഞ്ഞു വരുന്നത്. നമുക്കിത് പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് രണ്ടുപേര് ശ്രദ്ധിക്കണം, പറയുന്ന വൈദികനും ശ്രദ്ധിക്കണം അത്തരം വാക്കുകൾ ഉപയോഗിക്കാതിരിക്കാൻ. അത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഇത് ഒരു നിധിയാണെന്നുള്ള ചിന്തയിൽ അതിനെ മുറുകെ പിടിക്കാനുള്ള മനസ്സ് ഈ കേൾക്കുന്നയാൾക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്. നമ്മുടെ സഭയിൽ പലപ്പോഴും വഴക്കുകൾ, ഇടവുകളിലുണ്ടാകുന്ന ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ പേരിലാണ്. ഇതെൻ്റെ ഈ വിശ്വാസം എന്ന് പറയുന്നത് ഒരു മൺപാത്രത്തിലെ നിധിയാണെന്ന് ഞാൻ കരുതുകയും അതിനെ ആ രീതിയിൽ സംരക്ഷിക്കുകയും ചെയ്യണം. പുറമേ നിന്നുള്ള ആക്രമണങ്ങളുണ്ടാകും. നമ്മുടെ മക്കളോട് മറ്റുള്ളവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ അവരുള്ള വിശ്വാസമില്ലായ്മ ചെയ്യും. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ആ വിശ്വാസത്തെ യഥാർത്ഥമായ രീതിയിൽ, ശരിയായ രീതിയിൽ വിശദീകരിച്ചു കൊടുക്കാനായിട്ട് അവർക്ക് കഴിവ് കൊടുക്കണമെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ നഷ്ടപ്പെട്ടെന്ന് വരും. നമ്മൾ കേവലം കുറച്ച് അറിവ് കൊണ്ട് മാത്രം ഈ വിശ്വാസം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. സോഷ്യൽ വർക്ക് കൊണ്ട് മാത്രം വിശ്വാസം പിടിച്ചു നിർത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് ശ്ലീഹന്മാരുടെ അടുത്ത് ഗ്രീക്കുകാരുടെ വിധവകൾക്ക് ആവശ്യത്തിന് ഭക്ഷണം കിട്ടുന്നില്ല എന്ന് പരാതി പറഞ്ഞു വന്നപ്പോൾ നടപടി പുസ്തകത്തിൽ നിങ്ങൾക്ക് അത് വായിക്കാം. അവർ പറഞ്ഞതാണ്, ഞങ്ങൾ പ്രാർത്ഥനയിലും ദൈവവചന ശുശ്രൂഷയിലും വ്യാപൃതരായിരുന്നു കൊള്ളാം, നിങ്ങളതൊക്കെ ചെയ്താൽ മതി എന്നുള്ളതാണ്. കാരണം എന്താണ്? അവർ ശ്ലീഹന്മാരാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, ഈശോയോട് കൂടെ ഇരിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. പക്ഷേ അവർ ഈ കാര്യങ്ങൾ, വചന ശുശ്രൂഷയും പ്രാർത്ഥനയും ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അവരൊരു പക്ഷേ ഈ വിശ്വാസമില്ലാത്തവരായി മാറാം. ഇതെല്ലാവർക്കും ഉള്ളതാണ്. അതൊരു വ്യക്തിക്ക് മാത്രമല്ല, മാറപ്പാപ്പായ്ക്കും മെത്രാന്മാർക്കും വൈദികർക്കും സന്യസ്തർക്കും അല്ലാത്തവർക്കും എല്ലാം ഈ പ്രശ്നമുണ്ട്. അത് മൺപാത്രത്തിലാണ് തന്നിരിക്കുന്നത്. നമ്മൾ ഈ ദൈവത്തിൻ്റെ വചനത്തിനും അവിടുത്തെ പ്രമാണങ്ങൾക്കും അതുപോലെ പ്രാർത്ഥനയ്ക്കുമൊക്കെ വിരുദ്ധമായിട്ട് പോയി കഴിഞ്ഞാൽ, അതിനെ അവഗണിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നമുണ്ട്. മൺപാത്രങ്ങൾ ലഭിച്ചിരിക്കുന്ന ഈ നിധി നമുക്ക് നഷ്ടപ്പെട്ടെന്ന് വരാം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 16 മുതൽ 33 വരെയുള്ള വാക്യങ്ങളാണ് സുവിശേഷ വായന. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരുമായിരിക്കുവിൻ. മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ,
അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞു പോവുകയാണ്. ഇവിടെ വളരെ ശ്രദ്ധേയമായൊരു കാര്യം എന്താണ്? കർത്താവ് നമ്മളെ അയച്ചിരിക്കുന്നത് വളരെ എളുപ്പമുള്ള ഒരു ലോകത്തിലേക്കല്ല, ജീവിക്കാനായിട്ട് അത്ര എളുപ്പമൊന്നും ഇല്ലാത്തൊരു ലോകത്തിലേക്കാണ്. ചെമ്മരി ആടുകളെ ചെന്നായ്ക്കളുടെ ഇടയിലേക്കാണ്. ചെന്നായ്ക്കളുടെ ഒരു പ്രധാന ഭക്ഷണം എന്താണ്? ചെമ്മരി ആടുകൾ തന്നെയാണ്. അപ്പോൾ ഇതിനെ പിടിച്ചു തിന്നാൻ പറ്റിയ രീതിയിലുള്ള ചെന്നായ്ക്കളുള്ള അങ്ങനെയുള്ള ഒരു സമൂഹത്തിലേക്കാണ് നിങ്ങളെ ഞാൻ അയക്കുന്നത്. ഏത് നിമിഷവും മുമ്പ് പറഞ്ഞതുപോലെ, പൗലോസ് പറഞ്ഞതുപോലെ, ഈ നിധി നഷ്ടപ്പെട്ടെന്ന് വരാം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളായിരിക്കണം, പ്രാവുകളെ പോലെ നിഷ്കളങ്കരായിരിക്കണം. നിർഭാഗ്യവശാൽ നമ്മൾ ഈ പ്രാവുകളെ പോലെയൊക്കെ ഒരു പരിധിവരെ നിഷ്കളങ്കരാണ്, പക്ഷേ ഈ സർപ്പങ്ങളെ പോലെയുള്ള വിവേകമില്ലാതെ പോകുന്നു. ഈ വിവേകം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് അവൻ ചെയ്യാൻ പോകുന്ന കാര്യം അവൻ മനസ്സിൽ വിചാരിക്കുമ്പോൾ നമ്മളത് മരത്തിൽ കാണുമെന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നത് എന്തിനാണെന്ന് കൃത്യം നമ്മൾ മനസ്സിലാക്കണം. അതിനെന്ത് വേണം? അങ്ങനെയൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസത്തെയൊക്കെ തകർക്കാനായിട്ട് പരിശ്രമിക്കുന്നവരുടെ ആ ചിന്തകളെയും പ്രവർത്തനങ്ങളൊക്കെ തിരിച്ചറിയാൻ കഴിയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നിരന്തരമായിട്ട് നമുക്ക് നമ്മുടെ ഈ പറയുന്ന ഈ സർപ്പങ്ങളെ പോലെയുള്ള വിവേകം ഉണ്ടായിരിക്കണം. വിവേകം വെറുതെ ഉണ്ടാകില്ല. നമ്മുടെ ഒരു ജന്മനായുള്ള കഴിവ് മാത്രമൊന്നും അല്ല അത്. തീർച്ചയായിട്ടും ജന്മനായുള്ള കഴിവുണ്ട്. അതിലുപരിയായിട്ട് നമുക്ക് ഈ പത്രങ്ങൾ ഒക്കെ വായിക്കാൻ കഴിയുക, മാസികകൾ, ഓൺലൈൻ വാർത്തകൾ, ടെലിവിഷൻ, സാമൂഹ്യ മാധ്യമങ്ങൾ ഇതെല്ലാം നമ്മൾ വായിച്ചു കഴിയുമ്പോഴേ, നമുക്ക് അറിഞ്ഞു കഴിയുമ്പോഴേ ഈ പറയുന്ന രീതിയിലുള്ള വിവേകമുണ്ടാവുകയുള്ളൂ. ഒരാൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ അയാൾ എന്തിനാണ് വരുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയണമെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് നമുക്ക് വ്യക്തമായൊരു ധാരണയുണ്ടാകണം. ഇയാൾ ആരാണ്, ഏത് പാർട്ടിയിൽപ്പെട്ടയാളാണ്, ഏത് മതവിശ്വാസത്തിൽപ്പെട്ടയാളാണ്, ഏത് രീതിയിലുള്ള ചിന്തയുള്ളയാളാണ്, അയാളുടെ ധാർമ്മിക ചിന്ത എങ്ങനെയാണ്, ഇതൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ അയാളോട് നമുക്ക് പെരുമാറാണ്ട് കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? പെട്ടെന്ന് അയാൾ ഒന്നും പറയുന്നൊരു കാര്യം നമ്മളങ്ങോട്ട് സ്വീകരിച്ച് അവസാനം കുടുക്കലാവുകയും ചെയ്യും. അതുകൊണ്ട് കർത്താവ് പറയുന്നത് ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെ ഒരു സിമ്പിൾട്ടൻ്റെ ജീവിതമൊന്നുമല്ല, ചെന്നായ്ക്കളുടെ ഇടയിലുള്ള കുഞ്ഞാടിൻ്റെ ജീവിതമാണ്. കുഞ്ഞാടെന്ന് പറയുന്ന ആ പ്രകൃതി നമ്മൾ സംരക്ഷിക്കണം. ആ ഒരു ശിശു സഹജമായിട്ടുള്ള നിഷ്കളങ്കതയൊക്കെ നമുക്ക് വേണം. പക്ഷേ അതേ സമയത്ത് വെറും നിഷ്കളങ്കത മാത്രം പോരാ, അതിൻ്റെ പിന്നിലൊരു വിവേകം കൂടി വേണം. നമ്മൾ പല കുടുക്കുകളിൽ പെടുന്നത് എന്തുകൊണ്ടാണ്? ഈ വിവേകത്തിൻ്റെ കുറവ് കൊണ്ടാണ്. വിവേകമില്ലാതെ വരുന്നത് എന്തുകൊണ്ടാണ്? ഇപ്രകാരം നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെ നമ്മൾ തിരിച്ചറിയാത്തത് കൊണ്ടാണ്. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് വലിയ മണ്ടത്തരങ്ങളിൽ നമ്മൾ ചെന്ന് വീഴും. പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയമായ ഭരണപരമായ സാഹചര്യങ്ങളിൽ ഓരോരുത്തരൊക്കെ എന്ത് പറയുന്നു, അതെന്തിനാണ് പറയുന്നത് തിരിച്ചറിയണം. നമ്മുടെ അടുത്ത് അവരെന്തിനാണ് വരുന്നത്, അവരെ നമ്മൾ തിരിച്ചറിയണം, അവരുടെ ലക്ഷ്യം തിരിച്ചറിയണം. ആ വിവേകത്തോടു കൂടി നമുക്ക് മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ ഈ ഭൗതിക ശരീരത്തെ കെട്ടിപ്പടുക്കാനായിട്ട് കഴിയുകയുള്ളൂ. അവിടുത്തെ ദൗത്യമായിട്ടുള്ള ഈ ലോകത്തെ ഒരു സ്വർഗമാക്കുന്ന ആ ദൗത്യം നമുക്ക് നിർവഹിക്കാൻ കഴിയുകയുള്ളൂ. സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കതയുള്ളവരായിരിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.